നമസ്കാരം. ഹാപ്പി ഡ്രീം വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പാസ്തയാണ്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള വെള്ളം അത് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. പാസ്തയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റി കുറച്ച് സമയം നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ചിക്കനാണ്. ചിക്കൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോൺലെസ് ചിക്കൻ ആയിരിക്കണം ഇതിലേക്ക് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ തൈര്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മസാല എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞതാണ്. ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചിക്കൻ വറുത്ത ആ ഓയിൽ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. അതിനുശേഷം ബീൻസും ക്യാരറ്റും
ക്യാപ്സിക്കവും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത വെജിറ്റബിൾ ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരൽപ്പം ഗരം മസാല, ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മസാല എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയും പാസ്തയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സ്പ്രിംഗ് ഓനിയൻ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ പാസ്തയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.